الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ألم تر كيف ضرب الله مثلا كلمة طيبة كشجرة طيبة أصلها ثابت وفرعها في السماء تؤتي أكلها كل حين بإذن ربها ويضرب الله الأمثال للناس لعلهم يتذكرون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശരിയായ രൂപത്തിൽ പഠിച്ച് മനസ്സിലാക്കുവാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അവ പരമാവധി സൂക്ഷിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് നന്ദിയുള്ളവരായി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് അവന്റെ വിധിവിലക്കുകൾ കണിശമായി പാലിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമല്ല, മറിച്ച് ഇസ്ലാമിന്റെ അടിത്തറ വിശ്വാസകാര്യങ്ങളാണ്. ഈമാനും അഖീദയും ഇസ്ലാമിന്റെ അസ്ഥിവാരമായി വർത്തിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമൂഹത്തെ കെട്ടിപ്പടുത്തത് വിശ്വാസകാര്യങ്ങൾ ശരിയാക്കിക്കൊണ്ടാണ്, അഖീദ ക്ലിയറാക്കിക്കൊണ്ടാണ്. 23 വർഷക്കാലത്തെ പ്രവാചക ജീവിതത്തിന്റെ ആദ്യ ഭാഗം അഥവാ 13 വർഷം മക്കയിലായിരുന്നു എന്ന് നമുക്കറിയാം. അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരങ്ങളിൽ, ഉത്ബോധനങ്ങളിൽ മുഖ്യ വിഷയമായി വർത്തിച്ചത് അഖീദയാണ്, വിശ്വാസകാര്യങ്ങളാണ്. അതേപോലെ പരിശുദ്ധ ഖുർആനിലെ മക്കിയായ സൂറത്തുകൾ, ഖുർആനിലെ മൊത്തം സൂറത്തുകളെ രണ്ടായി നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന് ഹിജറക്ക് മുമ്പ് അവതരിച്ച സൂറത്തുകൾ, അതിന് മക്കി സൂറത്തുകളെന്നും, ഹിജറക്ക് ശേഷം അവതരിച്ച സൂറത്തുകൾക്ക് മദനി സൂറത്തുകളും എന്നാണ് പറയാറ്.
അതിൽ ആദ്യം ഇറങ്ങിയ മക്കീ സൂറത്തുകളുടെ സ്വഭാവം പരിശോധിക്കുമ്പോഴും അതിന്റെ പ്രധാന സവിശേഷതകളിൽ ഒന്ന്, വിശ്വാസകാര്യങ്ങളിൽ ഫോക്കസ് ചെയ്താണ് അതിന്റെ പ്രമേയങ്ങളും അവതരണങ്ങളും എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്വഹാബത്ത് അതുകൊണ്ട് തന്നെ പറഞ്ഞു, ഇന്നമാ നസല അവ്വല മാ നസല മിൻഹു സൂറത്തും മിനൽ മുഫസ്സൽ. വിശുദ്ധ ഖുർആനിലെ ആദ്യമായി ഇറങ്ങിയ സൂറത്തുകൾ മുഫസ്സലായ സൂറത്തുകളാണ്, അഥവാ ഒരു മീഡിയം ടൈപ്പുള്ള അല്ലെങ്കിൽ ചെറിയ സൂറത്തുകളാണ് ആദ്യകാലത്ത് ഇറങ്ങിയത്. ഫീഹാ ദിക്റുൽ ജന്നത്തി വന്നാർ. അതിൽ പരമാവധി മിക്കവാറും സൂറത്തുകളിൽ ഉള്ളത് സ്വർഗത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചുമുള്ള പരാമർശങ്ങളാണ്. അങ്ങനെ മനുഷ്യന്മാരൊക്കെ അതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു അവബോധവും വിശ്വാസവും ധാരണയും ഒക്കെ ഉണ്ടായതിനു ശേഷം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഇസ്ലാമിന്റെ ആദർശം അവർ മനസ്സിലാക്കി നിലയുറപ്പിച്ചപ്പോൾ നസലൽ ഹലാലു വൽ ഹറാം, പിന്നീടാണ് ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ, ഹലാലുകൾ, ഹറാമുകളൊക്കെ അവതരിച്ചത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെയുള്ള പരിജ്ഞാനമുള്ള സ്വഹാബത്ത് പറയുന്നത്, വലൗ നസല അവ്വല ശൈഇൻ ലാ തശ്റബുൽ ഖംർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രബോധിത സമൂഹത്തോട് ഖുർആനിലൂടെ ആദ്യമായി വന്ന കൽപ്പന നിങ്ങൾ മദ്യപിക്കരുത് എന്നതുപോലെയുള്ള കൽപ്പനകളായിരുന്നുവെങ്കിൽ ലഖാലു ലാ നദഉൽ ഖംർ, അവർ പറയും ഇല്ല, മദ്യം ഞങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമായിരുന്നില്ല എന്ന് പറയുമായിരുന്നു. കാരണം അത്രക്ക് അവരുടെ ജീവിതത്തിൽ അത് വേരൂന്നിയ ആണ്ട് പിടിച്ചിട്ടുള്ള അനാചാരങ്ങളും അതേപോലെ തന്നെ ദുർമാർഗങ്ങളുമായിരുന്നു. അതേപോലെ വലൗ നസല ലാ തസ്നു, ഖുർആനിന്റെ ആദ്യകാലത്തെ അവതരണ ആയത്തുകളിൽ നിങ്ങൾ വ്യഭിചരിക്കരുത് എന്ന വിലക്കുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ അവർ പറയുമായിരുന്നു ലാ നദഉ സിന അബദ, ഞങ്ങൾക്കൊരിക്കലും വ്യഭിചാരം ഒഴിവാക്കുവാൻ സാധിക്കുമായിരുന്നില്ല എന്ന്. മറിച്ച് അവർക്ക് വ്യക്തമായ വിശ്വാസ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അള്ളാഹു ഉണ്ട് എന്നും ഈ ജീവിതത്തിന് ഒരർത്ഥമുണ്ട്, പരലോകം സത്യമാണ് എന്നുമൊക്കെയുള്ള വിശ്വാസ കാര്യങ്ങൾ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് അതിൽ അവരെ വാർത്തെടുത്തപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഈ പറഞ്ഞതൊക്കെ ഉൾക്കൊള്ളുവാനും സ്വീകരിക്കുവാനും സാധിച്ചു എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിലും കുറ്റമറ്റമാക്കുന്നതിലുമൊക്കെ സ്വഭാവ രൂപീകരണത്തിലും അഖീദക്ക് വലിയ പങ്കുണ്ട്. കേവലം അഖീദ അല്ലെങ്കിൽ വിശ്വാസ കാര്യങ്ങൾ അതെന്തുമായിക്കൊള്ളട്ടെ, അതൊക്കെ ഓരോരുത്തരുടെയും വിശ്വാസമല്ല, അത് മനസ്സിലല്ലേ. മനുഷ്യന്മാരെല്ലാവരും നന്നായി അവരുടെ സ്വഭാവമൊക്കെ നന്നായാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആ ചിന്തയും ഇസ്ലാമിക പ്രമാണങ്ങളുടെ അധ്യാപനവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ സ്വാഭാവികമായും നമ്മളിൽ വരുന്നതാണ് നല്ല നല്ല സ്വഭാവങ്ങളും നല്ല നല്ല പെരുമാറ്റങ്ങളും ഒക്കെ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മൻ അമില സ്വാലിഹം മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ഏതൊരാണും ഏതൊരു പെണ്ണും വിശ്വാസിയായി കൊണ്ട് സൽക്കർമ്മം ചെയ്താൽ ഫലനുഹിയന്നഹു ഹയാതൻ ത്വയ്യിബ, അവർക്ക് വിശിഷ്ടമായ നല്ലൊരു ജീവിതം നാം ഇവിടെ നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചതിൽ വെച്ച് ഏറ്റവും നല്ലതിനുള്ള പ്രതിഫലം നാം അവർക്ക് പരലോകത്ത് നൽകുകയും ചെയ്യും എന്ന് ഖുർആൻ ഉണർത്തി ഊന്നി പറഞ്ഞിട്ടുണ്ട് സൂറത്തു നഹ്ലിലെ 97-ാമത്തെ ആയത്തിൽ. അപ്പൊ കർമ്മങ്ങൾ എങ്ങനെയെങ്കിലൊക്കെ നന്നായാൽ മതി, വിശ്വാസ കാര്യങ്ങൾ അത്ര സീരിയസ്നെസ് അല്ലെങ്കിൽ ഗൗരവം നൽകേണ്ട സംഗതിയല്ല എന്നൊരു ചിന്ത ഈ പറഞ്ഞ ആയത്തുകൾ അടക്കമുള്ള നിരവധി അധ്യാപനങ്ങൾക്ക് ഘടകവിരുദ്ധമാണ്. ഈമാനും അമലു സ്വാലിഹാത്തും ചേർന്ന് വരണം. അപ്പോഴാണ് നമ്മുടെ ഈ ജീവിതത്തിൽ തന്നെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടുകയുള്ളൂ. പണ്ഡിതന്മാർ വിശദീകരിച്ചതുപോലെ വദാലിക ബിതുമഅനീനതി ഖൽബിഹി, ഒരാളുടെ വിശ്വാസം കുറ്റമറ്റതാവുകയും അയാൾ പരമാവധി നന്മകളും ചെയ്താൽ അയാളുടെ മനസ്സിന് വല്ലാത്തൊരു റാഹത്തായിരിക്കും. തുമഅനീനത്ത്, സമാധാനമുണ്ടാകും. വസുകൂനി നഫ്സിഹി, മനസ്സിനൊരു ശാന്തത കിട്ടും. വഅദ്മിൽ തിഫാതിഹി ലിമാ യുശവ്വിഷു അലൈഹി ഖൽബഹു, അയാളുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്ന ജീവിതത്തിൽ പലപ്പോഴായി സംഭവിക്കുന്ന അനിഷ്ടകരമായ ഒന്നിലേക്കും അയാൾ തിരിഞ്ഞു നോക്കുകയില്ല. അതൊക്കെ അല്ല നിശ്ചയിച്ചതുപോലെ വരും എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി സമാധാനത്തോടെ ഈ ജീവിതം അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണമെങ്കിൽ എന്ത് വേണം? വിശ്വാസം കുറ്റമറ്റതായി മനസ്സിൽ രൂഢമൂലമാകണം. എന്നാൽ വിശ്വാസം എങ്ങനെയെങ്കിലും ആയിക്കൊള്ളട്ടെ, സ്വഭാവം നന്നായാൽ മതി എന്ന് പറഞ്ഞത് ശരിയാകുമോ? അഖീദയും സ്വഭാവവും തമ്മിൽ ദീനീ അധ്യാപനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് രണ്ടും. വിശ്വാസവും നന്നാകണം, സ്വഭാവവും നന്നാകണം. വിശ്വാസം നന്നാകണം എന്ന് പറയുമ്പോൾ പലപ്പോഴും തെറ്റിദ്ധരിച്ചു പോകാറ്. സ്വഭാവമൊന്നും
അത്ര പ്രാധാന്യത്തോടു കൂടി പറയുന്നില്ല എന്ന് ചില ആളുകളെ സംബന്ധിച്ച് അങ്ങനെ തെറ്റിദ്ധരിക്കാറുണ്ട്. വാസ്തവത്തിൽ അഖീദ എത്ര കണ്ട് നന്നാകണോ അതേപോലെ തന്നെ സ്വഭാവവും നന്നാകണം എന്നതാണ് ഇസ്ലാമിന്റെ അധ്യാപനം. ഏതെങ്കിലും ഒരു ഭാഗത്തിന് മുൻതൂക്കം നൽകി മറ്റതിനെ അവഗണിക്കലല്ല. ആപേക്ഷികമായി നോക്കുമ്പോൾ വിശ്വാസം എന്നത് അടിത്തറയാണ്, ഉള്ളത് അതിന് മീതെ വരുന്ന സംഗതികളാണ്, അതിന്റെ മേലെ പടുത്തുയർത്തപ്പെടുന്ന മറ്റു കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, പ്രസിദ്ധമായ അദ്ദേഹത്തിന്റെ ഒരു വാചകമുണ്ട്, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. അദ്ദേഹം പറഞ്ഞു, അൽ ഹഖ്ഖു സഖീൽ, സത്യം മനസ്സിലാക്കി അത് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ഭാരമുള്ള സംഗതിയാണ്. സത്യം ബോധ്യപ്പെട്ട് എത്രയോ ആളുകൾ അത് സ്വീകരിക്കാൻ മടിച്ചു നിൽക്കുന്നു. കാരണം അതെടുത്ത് തലയിലേക്ക് വെക്കുമ്പോൾ, അതിന്റെ വക്താവായി മാറുമ്പോൾ കൊച്ചാപ്പയും മൂത്താപ്പയും തമ്മിൽ തെറ്റും, അയൽവക്കക്കാരും വേണ്ടപ്പെട്ടവരും ഒക്കെ ചിലപ്പോൾ ശത്രുക്കളായി മാറും. അപ്പൊ അതുകൊണ്ട് സത്യമാണ് നിങ്ങൾ പറയുന്നത്, പക്ഷേ ഞാൻ അതിലേക്കില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന എത്രയോ ആളുകൾ. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫലാ തുസഖിലൂഹു അക്തർ ബിസൂഇ അഖ്ലാഖിക്കും. ആ സത്യം ബോധ്യപ്പെട്ട് സ്വീകരിക്കുവാൻ വലിയ പ്രയാസവും ത്യാഗവും വേണമെന്നിരിക്കെ സത്യത്തിന്റെ വക്താക്കളായി അറിയപ്പെടുന്ന നിങ്ങൾ അതിന് ഒന്നുകൂടി ഭാരമുണ്ടാക്കരുത് നിങ്ങളുടെ മോശം സ്വഭാവങ്ങൾ കൊണ്ട്. അടിവരയിട്ട് മനസ്സിലാക്കേണ്ട സംഗതിയാണ്. തൗഹീദും സുന്നത്തും ഒക്കെയാണ് ശരി, പക്ഷെ അത് സ്വീകരിക്കാൻ നിങ്ങളൊക്കെയല്ല അതിന്റെ വക്താക്കൾ, അതുകൊണ്ട് ഞാൻ അതിലേക്കില്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും മാറി നിൽക്കുന്നുവെങ്കിൽ അത് നമ്മുടെ വലിയ പോരായ്മയാണ്, കുറവാണ് എന്നാണ് അദ്ദേഹം ഉണർത്തിയത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുൻതു അഅ്തഖിദു അന്നൽ മുശ്കില ഫിൽ ഉമ്മത്തി മുശ്കിലത്തു അഖീദ. ഞാൻ വിശ്വസിച്ചിരുന്നു മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും വലിയ പരാജയം, മുസ്ലിം ഉമ്മത്തിലെ ഏറ്റവും വലിയ ഇഷ്യൂ അത് അഖീദാപരമായ അപജയമാണ്, തിരുത്തലുകൾ ആവശ്യമായ ഗുരുതരമായ വിഷയമാണ് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. വതബയ്യന ലീ അന്നഹാ അഖീദത്തുൻ വഅഖ്ലാഖ്. എന്നാൽ എനിക്ക് ബോധ്യപ്പെട്ടു അത് വിശ്വാസപരമായ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങുന്നില്ല, സ്വഭാവ സംബന്ധിയായ കാര്യങ്ങളും മുസ്ലിം ഉമ്മത്തിന്റെ തിരുത്തപ്പെടേണ്ട ധാരണകളിൽ, ശരിയാക്കപ്പെടേണ്ട വിഷയങ്ങളിൽ വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തൗഹീദുള്ള ഇസ്ലാമിന്റെ അഖീദ ശരിയായി മനസ്സിലാക്കിയ ആൾ, അയാളുടെ സ്വഭാവം മോശമാണെന്ന് പറഞ്ഞാൽ എവിടെയോ സംതിങ് ട്രബിൾ ഉണ്ട്, തകരാറുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇസ്ലാം പഠിപ്പിച്ച അഖീദ ശരിയായ വിധത്തിൽ ആഴത്തിലും പരപ്പിലും പഠിച്ചു ഉൾക്കൊള്ളുവാൻ സാധിച്ചാൽ സ്വാഭാവികമായും നമ്മുടെ സ്വഭാവവും ജീവിതവും എല്ലാം നന്നാകും. പണ്ഡിതന്മാർ ഉണർത്താറുണ്ട്, സആദത്തുൻ നാസി ഫിദ് ദുനിയ വൽ ആഖിറ ബിതഹ്ഖീഖി തൗഹീദ്. ഒരാൾ യഥാർത്ഥ വിശ്വാസം സ്വീകരിച്ച് തൗഹീദ് ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ അയാളുടെ ദുനിയാവും ആഖിറവും ഒക്കെ സന്തോഷകരമാകും, സമാധാനപൂർണമാകുമെന്നാണ്. ആ പറഞ്ഞത് ശരിയാണോ എങ്ങനെയെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ആഖിറത്തിന്റെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയത് പലപ്പോഴും പല പ്രഭാഷണങ്ങളിലൂടെ, ലേഖനങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ വായിച്ചും കേട്ടും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. അഥവാ ശിർക്കുമായി ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൽ ഏതെങ്കിലും ഒന്നിന് പങ്കുചേർത്ത് അള്ള ചെയ്യുന്നത് പോലെ ഉപകാരങ്ങൾ ചെയ്തു തരും, അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ തടയാൻ അള്ളയല്ലാത്ത ആർക്കെങ്കിലും കഴിയും എന്നാരെങ്കിലും വിശ്വസിച്ചാൽ ആ വിശ്വാസത്തിനാണ് ശിർക്ക് എന്ന് പറയാം. ആ ശിർക്കിന്റെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നൽകുന്ന നേർച്ചയും വഴിപാടുകളുമൊക്കെ അതിന്റെ അനുബന്ധമായി വരുന്ന ശിർക്കൻ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ്. അതുമായി ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഖുർആൻ തന്നെ പറഞ്ഞു, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അയാൾക്ക് അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. വമഅവാഹു നാർ, നരകമായിരിക്കും അയാളെ കാത്തിരിക്കുന്നത്. സൂറത്ത് മാഇദയിലെ 72-ാമത്തെ ആയത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇങ്ങനെയാണ്, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅ. ജീവിതത്തിൽ ഒരു ഘട്ടത്തിലും പടച്ച റബ്ബിൽ യാതൊന്നിനെയും പങ്കുചേർക്കാതെ അങ്ങനെ വിശ്വാസിയായി മുവഹിദായി ജീവിച്ച് ഈമാനോടുകൂടി മരിച്ചു കഴിഞ്ഞാൽ അയാൾ പടച്ച റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ദഖലൽ ജന്ന. ജീവിതത്തിൽ ഒരിക്കലും ശിർക്ക് വെക്കാത്ത തൗഹീദിന്റെ വക്താവാണെങ്കിൽ, അഥവാ ശിർക്കൻ വിശ്വാസങ്ങളിൽ എങ്ങാനും വീണുപോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് പടച്ച റബ്ബിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് അതെല്ലാം കഴുകിക്കളഞ്ഞ് വൃത്തിയോടുകൂടി ചെന്നാൽ ദഖലൽ ജന്ന, അയാൾക്ക് ഉറപ്പായും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെന്നാണ്. വമൻ ലഖിയഹു യുശ്രിക് ബിഹി, എന്നാൽ പടച്ച റബ്ബിൽ പങ്കുചേർത്തുകൊണ്ടാണ് ഒരാൾ റബ്ബിനെ കണ്ടുമുട്ടുന്നതെങ്കിൽ ദഖലൻ നാർ, അയാൾ നരകത്തിലുമായിരിക്കും എന്നതിൽ സംശയം വേണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. എന്നാൽ ദുനിയാവിലും ആ തൗഹീദിന് നല്ല ഫലം തരാൻ സാധിക്കും. ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസ കാര്യങ്ങൾ നമ്മൾ
ആ രീതിയിൽ നെഞ്ചിലേറ്റിയിട്ടുണ്ടെങ്കിൽ, അത് നമ്മുടെ ആദർശമായി അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നല്ല പ്രതിഫലനങ്ങൾ നമ്മുടെ എല്ലാം വാക്കിലും പ്രവൃത്തികളിലും സമീപനങ്ങളിലും നിലപാടുകളിലും ഒക്കെ ഉണ്ടാകും. പരിശുദ്ധ ഖുർആൻ ആ വിഷയകമായി വ്യക്തമായി നമുക്ക് പറഞ്ഞു തന്ന ഒരു ഉപമ അടങ്ങുന്ന 2 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിലെ 24-25 ആയത്തുകൾ. അള്ളാഹു പറയാൻ, അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമത്തൻ ത്വയ്യിബ, നല്ല വചനത്തിന് അഥവാ ഷഹാദത്ത് കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ആശയത്തിന് അള്ളാഹു ഉപമിച്ച ഒരു ഉപമ നീ കണ്ടില്ലേ? കശജറത്തിൻ ത്വയ്യിബ, അത് ഏറ്റവും നല്ല വിശിഷ്ടമായ ഒരു വടവൃക്ഷത്തെ പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ, ആ വൃക്ഷത്തിന്റെ മുരട്, അതിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും കാറ്റിനും കോളിനും തിരമാലകൾക്കും ഒന്നും അതിനെ പിഴുത് മറിച്ചിടുവാൻ സാധിക്കുകയില്ല. ഇതുപോലെയാണ് വിശ്വാസിയുടെ ഈമാൻ, അഖീദ അവളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ആപത്തുകളോ അപകടങ്ങളോ പരീക്ഷണങ്ങളോ പ്രയാസങ്ങളോ ഒന്നും ഇസ്ലാം വേണ്ട, പടച്ചവൻ വേണ്ട, വിശ്വാസം വേണ്ട, ഞാൻ ഇനി അങ്ങോട്ടില്ല എന്ന് പറഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല. മറിച്ച് പ്രതിസന്ധികളെയെല്ലാം തരണം ചെയ്യുവാനുള്ള ത്വാക്കത്ത്, ശക്തിയും പവറും അവർക്കുണ്ടായിരിക്കും. ആ വിശ്വാസം മനസ്സിൽ രൂഢമൂലമായതിന്റെ ഫലമായി. തുടർന്ന് അല്ലാഹു പറഞ്ഞത് വഫറുഹാ ഫിസ്സമാ, ആ വൃക്ഷത്തിന്റെ ശാഖകൾ, അതിന്റെ ചില്ലകൾ അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിച്ചു നിൽക്കുകയാണ്. തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, ആ മരത്തിന്റെ ഒരു സവിശേഷത എല്ലാ മരങ്ങളുടെയും കൂട്ടത്തിലെ ഒരു മരം പോലെയല്ല. ഏത് മരത്തിനും കായ്ക്കുന്ന ഒരു സീസൺ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ കായും പഴങ്ങളും ഒന്നും നമുക്ക് കിട്ടാറില്ല. പക്ഷെ അള്ളാഹ് പറഞ്ഞ ഈ വൃക്ഷത്തിന്റെ, വിശ്വാസിയുടെ ഉപമ പറഞ്ഞത് തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ, സദാസമയവും അതിന്റെ നല്ല നല്ല കായ്ക്കനികൾ സമ്മാനിക്കുന്ന വൃക്ഷമാണത്. ബിഇദ്നി റബ്ബിഹാ, റബ്ബിന്റെ അനുമതി പ്രകാരം. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസ്, ആളുകൾക്ക് ഗ്രഹിക്കുന്നതിന് വേണ്ടി ഇത്തരം ഉപമകൾ അള്ളാഹു വിശദീകരിക്കുന്നു. ലഅല്ലഹും യതദക്കറൂൻ, അവർ ഉറ്റാലോചിക്കാൻ, ചിന്തിക്കാൻ വേണ്ടി എന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ പറയുകയാണ്. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ അല്ലാമ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തിയ ശ്രദ്ധേയമായൊരു വാചകം നമുക്കിങ്ങനെ വായിക്കാൻ സാധിക്കും. ഫകദാലിക ഷജറത്തുൽ ഈമാൻ, അല്ലാഹ് പറഞ്ഞ ഈ വൃക്ഷത്തെ പോലെയാണ് ഈമാനാകുന്ന വൃക്ഷം. അസ്ലുഹാ സാബിത്തും ഫീ ഖൽബിൽ മുഅ്മിൻ, അതിന്റെ വേര് വിശ്വാസിയുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങിയിട്ടുണ്ടാകും. ഇൽമൻ വഅതിഖാദ, അത് പഠിച്ച് മനസ്സിലാക്കി വിശ്വാസമായി ആദർശമായി സ്വീകരിച്ച ഒരു അഖീദയായിരിക്കും, വിശ്വാസമായിരിക്കും. വഫർഉഹാ മിനൽ കലിമി ത്വയ്യിബ്, ആ വൃക്ഷത്തിന്റെ ശാഖകൾ എന്ന് പറഞ്ഞാൽ നല്ല വർത്തമാനങ്ങൾ, വൽ അമൽ അസ്വാലിഹ്, സൽക്കർമ്മങ്ങൾ, വൽ അഖ്ലാഖിൽ മർളിയ, അല്ലാഹ് തൃപ്തിപ്പെടുന്ന നല്ല നല്ല സ്വഭാവങ്ങൾ, വൽ ആദാബിൽ ഹസന, അതേപോലെ തന്നെയുള്ള നല്ല മര്യാദകൾ, പെരുമാറ്റങ്ങൾ. അത് ഫിസ്സമാഇ ദായിമൻ, അത് അന്തരീക്ഷത്തിൽ പടർന്ന് പന്തലിച്ച് ഈ വൃക്ഷത്തിൽ കാണുന്നത് പോലെ ആ വിശ്വാസിയിൽ നിന്ന് എപ്പോഴും സദാസമയവും നല്ല വാക്കല്ലാതെ, നല്ല പെരുമാറ്റമല്ലാതെ, നല്ല സ്വഭാവങ്ങളല്ലാതെ ഒന്നും ഉണ്ടാവുകയില്ല. അയാളിൽ നിന്ന് എപ്പോഴും യസ്അദു ഇലല്ലാഹി മിൻഹു മിനൽ അഅമാലി വൽ അഖ്വാൽ അല്ലതി തുഖ്രിജുഹാ ഷജറത്തുൽ ഈമാൻ, ഈമാനിന്റെ ആ വൃക്ഷം കായ്ക്കുന്ന, ഫലം നൽകുന്ന ഈ സൽക്കർമ്മങ്ങൾ, നല്ല വാക്കുകൾ, നല്ല പ്രവൃത്തികൾ എല്ലാം അള്ളാഹുവിന്റെ അടുക്കലേക്ക് നന്മകളായി കയറിപ്പോയിക്കൊണ്ടിരിക്കും സദാസമയവും. മാ യൻതഫിഉ ബിഹിൽ മുഅ്മിൻ വയൻഫഉ ഗൈറഹു, അയാൾക്കും മറ്റുള്ളവർക്കും ഉപകാരമായ രീതിയിൽ നന്മകൾ മാത്രമേ അയാളിലൂടെ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. അഖീദയുടെ ഏത് പാഠങ്ങളും പരിശോധിച്ചാൽ സ്വഭാവങ്ങളുമായി നല്ല ബന്ധമുള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കും. അല്പമൊന്ന് അവധാനതയിൽ നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്താൽ. അൽ ഈമാനു വൽ അഖീദ, പണ്ഡിതന്മാർ വിശദീകരിച്ചു, ഈമാൻ, അഖീദ, വിശ്വാസം, ആദർശം എന്നൊക്കെ പറഞ്ഞാൽ അത് മിമ്മാ തുഖവ്വിമു സുലൂക വ തുഅസ്സിറു ഫിൽ ഹയാത്ത്, നമ്മുടെ സ്വഭാവ പെരുമാറ്റങ്ങളെ എല്ലാം നേരെയാക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ വല്ലാതെ സ്വാധീനം ചെലുത്തുന്ന സംഗതിയുമാണ് എന്ന്. വ്യക്തിക്ക് മാത്രമല്ല സമൂഹത്തിനും അതിന്റെ നേട്ടങ്ങൾ ഉണ്ടാകും. വിശ്വാസം കുറ്റമറ്റതാണോ, അന്ധവിശ്വാസികളല്ലാത്ത ഖുറാഫാത്ത്, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പേര് നടക്കാത്ത ആളുകളാണെങ്കിൽ ആ വ്യക്തിക്കും അയാളുടെ കുടുംബത്തിനും ആ സമൂഹത്തിനുമൊക്കെ വല്ലാത്ത നിർവൃതിയും സമാധാനവും ഉണ്ടാകുമെന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി
ചരിത്രങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഒരു സമൂഹത്തിന്റെ വിശ്വാസം കുറ്റമറ്റതാക്കി ആയാൽ ഖുർആനും സുന്നത്തും പഠിപ്പിക്കുന്ന ആദർശം സ്വീകരിക്കാൻ സാധിച്ചാൽ അവിടെ ശാന്തിയും സമാധാനവും ഉണ്ടാകും. ആ സൊസൈറ്റിയിൽ, ആ സമൂഹത്തിൽ ഉയർച്ചയും അതേപോലെ തന്നെ അതിശക്തമായ ഒരു കോട്ട പോലെ ഭദ്രമായിരിക്കുകയും ചെയ്യും അവരുടെ സാന്നിധ്യവും അവരുടെ അനുഭവങ്ങളുമൊക്കെ. എന്താണ് അഖീദ എന്ന് പറഞ്ഞാൽ? വിശ്വാസം അല്ലെങ്കിൽ ആദർശം എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്ന അഖീദ എന്ന വാക്ക് അൽ അഖീദത്തു അവിൽ ഇഅ്തിഖാദ് പര്യായ പദങ്ങൾ. അഖീദ എന്നും പറയും, ഇഅ്തിഖാദ് എന്നും പറയും. ഭാഷാപരമായി നോക്കിയാൽ മഅഖൂദും മിനൽ അഖ്ദ്, കെട്ടിബന്ധിക്കുക എന്നതാണ് അതിന്റെ ഭാഷാപരമായ അർത്ഥം. അഥവാ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് ഭദ്രമാക്കിയ നമ്മുടെ ആശയം, ആദർശം. ഹിയൽ ഈമാനു ബിൽ ഉസൂലില്ലത്തി അമറനല്ലാഹു ബിഇഅ്തിഖാദിഹാ. വിശ്വാസപരമായി നിങ്ങളുടെ മനസ്സിൽ കൊത്തിവെക്കണം എന്ന് അല്ലാഹു പറഞ്ഞ, ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസപരമായ അടിസ്ഥാന കാര്യങ്ങൾക്കാണ് അഖീദ എന്ന് പറയുക. അപ്പോൾ ആ അഖീദ ശരിയാകണം എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും ബേസിക് ആയ സംഗതിയാണ് നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിലുള്ള വിശ്വാസം. അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറയുമ്പോൾ അൽ ഈമാനു ബി വുജൂദില്ല, അല്ലാഹ് ഉണ്ട് എന്നുള്ള വിശ്വാസം മാത്രം മതിയോ? പോരാ. അൽ ഈമാനു ബി തൗഹീദിഹി തആല, അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കണം. അതിൽ തന്നെ ഒന്നാമത്തെ ഏറ്റവും പ്രാഥമികമായ സംഗതിയാണ് റുബൂബിയ്യത്തിലുള്ള വിശ്വാസം, അഥവാ അൽ ഇൽമു വൽ ഇഖ്റാർ ബി അന്നല്ലാഹ റബ്ബു കുല്ലി ഷൈഇൻ, എല്ലാറ്റിന്റെയും രക്ഷിതാവ്, ഉടമസ്ഥൻ അല്ലാഹുവാണ്. വ മലീകുഹു വ ഖാലിഖുഹു, എല്ലാ സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ. വ മുദബ്ബിറുഹു, അവനെയെല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ്. വ മുസർരിഫുഹു, അവരുടെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നവൻ അല്ലാഹുവാണ്. വ അന്നഹു റാസിഖ്, അവനാണ് നമുക്കൊക്കെയും റിസ്ക് നൽകുന്നവൻ. അൽ മുഹീ, ജീവൻ നൽകുന്നവൻ. വൽ മുമീത്ത്, മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ഈ പറഞ്ഞ രീതിയിൽ അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അള്ളാഹുവിന് യാതൊരു സഹായിയോ പങ്കാളികളോ ഇല്ല. അവന്റെ ഏകത്വം സമ്മതിക്കുക, അംഗീകരിക്കുക എന്നതാണ് തൗഹീദുർ റുബൂബിയ്യ എന്ന് പറയുന്നത്. വദാലിക തൗഹീദുല്ലാഹി ബി അഫ്ആലിഹി, അള്ളാഹുവിന്റെ പ്രവൃത്തികളെല്ലാം അള്ളാഹു ഏകനാണ്, അതിൽ ആർക്കും ഒരു പങ്കുമില്ല. അല്ല വെക്കുന്നതാണ്, അല്ല നിശ്ചയിക്കുന്നതാണ്, അല്ല ചെയ്യുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ എന്ന് വിശ്വസിക്കുമ്പോൾ തൗഹീദിൽ അല്ലെങ്കിൽ അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ ആദ്യ സ്റ്റെപ്പ് നമ്മൾ എടുത്തു വെക്കുകയാണ്. സഹോദരങ്ങളെ, എങ്കിൽ നമ്മൾ ചിന്തിക്കണം, ആ വിശ്വാസം, ഇതൊക്കെ നമ്മൾ അറിഞ്ഞതും പഠിച്ചതും അല്ലേ എന്നായിരിക്കും പലരും ചോദിക്കുന്നത്. എങ്കിൽ ഞാൻ അപ്പുറത്ത് അതിനേക്കാൾ ഉപരിയായ ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിശ്വാസം, ഇതിൽ ആർക്കും തർക്കമില്ല, നമ്മുടെ കൂട്ടത്തിൽ ഒരു വിഭാഗത്തിനും അഭിപ്രായ വ്യത്യാസമില്ല എന്ന് പറയുന്ന, നമ്മളൊക്കെ സമ്മതിക്കുന്ന ഈ കാര്യം വെച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇത് ആത്മാർത്ഥമായി സത്യസന്ധമായി നമ്മുടെ ഹൃദയത്തിൽ ഒരു ആദർശമായി സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ചിലർക്ക് നൽകിയതും ചിലർക്ക് നൽകാതിരുന്നതും, അത് മക്കളാകാം, സമ്പത്താകാം, സൗകര്യങ്ങളാകാം, എല്ലാം പടച്ച റബ്ബാണ്. അൽ മുഅ്തി, നൽകുന്നവൻ അള്ളയാണ്, തടഞ്ഞതും അള്ളയാണ്. ആ നൽകിയതിലും തടഞ്ഞതിലുമൊക്കെ പല ഹിക്മത്തുകളും ഉണ്ടാകും. പക്ഷേ ആരാണ് വീതം വെച്ചത് എന്ന് ചോദിച്ചാൽ എന്റെ റബ്ബാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാൾക്കും മറ്റൊരാൾക്കും അതിൽ പങ്കില്ല എന്ന് തിരിച്ചറിയുന്ന ഏതൊരു ആൾക്കും മറ്റൊരാളോട് അതിന്റെ പേരിൽ അസൂയ ഉണ്ടാകുമോ, ശത്രുതയുണ്ടാകുമോ? ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടിയില്ല, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചു, ഒരേ ബെഞ്ചിലിരുന്ന് പഠിച്ചത്, അവര് നല്ല ജോലിയും നല്ല സാലറിയും നല്ല സൗകര്യവും, എനിക്കില്ല. ഞങ്ങൾ ഒരുമിച്ച് ഗൾഫിൽ പോയതാണ്, വർഷങ്ങളോളം കഷ്ടപ്പെട്ടു, അവിടെ പണിയെടുത്തു, അവന് മാഷാ അല്ലാഹ് നല്ല വീടും സൗകര്യം, എനിക്കൊന്നുമില്ല. അതിന്റെ പേരിൽ മനസ്സിൽ ഒരു ചൊറിച്ചിലും വിദ്വേഷവും കുശുമ്പും കുന്നായ്മയും അസൂയയും ഉണ്ടെങ്കിൽ കേവലം സ്വഭാവപരമായ വൈകല്യം മാത്രമല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. മറിച്ച് നമ്മുടെ അഖീദയിൽ പുഴുക്കുത്ത് വീണിട്ടുണ്ട്. അള്ള കൊടുത്തത് ശരിയല്ല, അള്ള വീതം വെച്ചതിൽ എനിക്ക് വിയോജിപ്പുണ്ട് എന്ന് പറയുമ്പോൾ അയാൾ എന്ത് മുവഹിദ, അയാൾ എന്ത് തൗഹീദിന്റെ ആളാ? അതേപോലെ ചിലരുടെ ഭാര്യയെ അള്ളാഹു വന്ധ്യയാക്കി, പ്രസവിക്കാത്തവളാക്കി. ആരാണ് നിശ്ചയിച്ചത് അങ്ങനെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യ വന്ധ്യയായിരുന്നു, പ്രസവിക്കാത്തവളായിരുന്നു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യയും അതുപോലെ തന്നെയാണ്. അപ്പോ അതിന്റെ പേരിൽ ഭാര്യമാരോട് അല്ലെങ്കിൽ മരുമക്കളോട് ദേഷ്യപ്പെടുന്ന അമ്മായിയമ്മമാരും ഭർത്താക്കന്മാരും ചിന്തിക്കണം, അവരുടെ അഖീദ ശരിയായിട്ടുണ്ടോ? പ്രസവിക്കാത്തവളായ ഒരു പെണ്ണ് മാറിയിട്ടുണ്ടെങ്കിൽ അവരുടെ ന്യൂനത കൊണ്ടല്ല, അതിലെന്തിന് പൊറുതുകേട് കാണിക്കണം? അവൾക്കും തോന്നേണ്ടതില്ല, ഭർത്താവിനും അതേപോലെ തന്നെ ഭർത്താവിന്റെ വാപ്പക്കും ഉമ്മക്കും അതിൽ പ്രയാസങ്ങൾ തോന്നേണ്ടതില്ല. ഇനി ഒരു പെണ്ണ് പ്രസവിക്കുന്നതൊക്കെ പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി, അതിന്റെ പേരിൽ അവൾ എന്ത് പിഴച്ചു?
അവൾക്കൊന്നും അതിൽ യാതൊരു റോളുമില്ല. ആരാണത് വീതിച്ചു വെച്ചത്? ആരാണത് നിശ്ചയിച്ചത്? എന്റെ റബ്ബാണ് എന്ന് ആത്മാർത്ഥമായി നെഞ്ചിൽ കൈവച്ച് ആ റബ്ബിനെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും സാധിക്കുന്ന ഒരാൾക്കും അതിന്റെ പേരിൽ പൊറുതുകേട് കാണിക്കുവാനും ശത്രുതയും ഒച്ചയും ബഹളവും ഉണ്ടാക്കാനും സാധ്യമല്ല എന്നതാണ് അഖീദ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, 42-ാം അധ്യായം സൂറത്തു ശൂറയിലെ 49-50 ആയത്തുകൾ, ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, ആകാശ ഭൂമികളുടെ ആധിപത്യം അധികാരം അല്ലാഹുവിനാണ്. യഖ്ലുഖു മാ യശാ, പടച്ച റബ്ബ് ഉദ്ദേശിക്കുന്നത് അവൻ സൃഷ്ടിക്കുന്നു. യഹബു ലിമൻ യശാഉ ഇനാസ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പെൺകുട്ടികളെ നൽകുന്നു. വയഹബു ലിമൻ യശാഉ ദുക്കൂർ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺമക്കളെയും നൽകുന്നു. ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസ, അല്ലെങ്കിൽ ആണും പെണ്ണും ഇടകലർത്തി അങ്ങനെയും കൊടുക്കും. വയജ്അലു മൻ യശാഉ അഖീമ, അവൻ ഉദ്ദേശിക്കുന്നവരെ മച്ചുകളായി പ്രസവിക്കാത്ത പെണ്ണുങ്ങളാക്കി മാറ്റുന്നു. എല്ലാം റബ്ബ് നിശ്ചയിക്കുന്നതാണ്. അപ്പോൾ എന്റെ റബ്ബ് നിശ്ചയിച്ചത് എന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ സമാശ്വസിക്കുവാനും പൊരുത്തപ്പെടുവാനും ഒരു വിശ്വാസിക്ക് സാധിക്കും. വിശ്വാസം കുറ്റമറ്റതാണെങ്കിൽ ആരോഗ്യവും രോഗവും ഒക്കെ അങ്ങനെ തന്നെ, ദാരിദ്ര്യവും സമ്പന്നതയും എല്ലാം പടച്ച റബ്ബിന്റെ തീരുമാനമാണ്, നിശ്ചയമാണ്. രാവും പകലും ചൂടും തണുപ്പും മഴയും വെയിലും എല്ലാം അള്ളാഹു കണക്കാക്കിയതും അള്ളാഹു നിശ്ചയിച്ചതുമാണ്. പടച്ച റബ്ബാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെന്നറിഞ്ഞാൽ, അള്ളാഹുവിന്റെ തീരുമാനമാണ് അത് എന്ന് മനസ്സിലാക്കിയാൽ ഒരാളെയും അതിന്റെ പേരിൽ ആക്ഷേപിക്കുവാൻ സാധിക്കുകയില്ല. ഒരാളെയും അതിന്റെ പേരിൽ കുറ്റപ്പെടുത്തുവാൻ അവകാശമില്ല. ചിലരെ നീളം കൂടിയവരും ചിലരെ നീളം കുറഞ്ഞവരുമാക്കിയതാരാ? നമ്മൾ ആരെങ്കിലും ആണോ നമ്മുടെ ഹൈറ്റും വെയിറ്റും നമ്മുടെ അതേപോലെ തന്നെ നീളക്കുറവും ഒക്കെ തീരുമാനിച്ചത്? അതെല്ലാം പടച്ച റബ്ബിന്റെ തീരുമാനമാണ്. ചിലർ കറുത്തവരായി, ചിലർ വെളുത്തവരായി, അവരുടെ നിറത്തിലും വർണ്ണത്തിലുമെല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആരാണ് അങ്ങനെ ആക്കിയത് എന്ന് ചോദിച്ചാൽ, അതിൽ റോൾ ആർക്കാണ് എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും അത് റബ്ബിന്റെ തീരുമാനം തന്നെയാണ് എന്ന്. എന്നിരിക്കെ ആക്ഷേപിക്കുവാൻ നമുക്ക് സാധിക്കുമോ? നമ്മൾ എത്ര ആളുകളെ പൊക്കം കുറഞ്ഞതിന്റെ പേരിൽ ഒരു ബോഡി ഷെയ്മിംഗ് നടത്തുന്ന വലിയ വലിയ ആളുകൾ വരെയും ഈ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ധവിശ്വാസത്തിനെതിരെ മുദ്രാവാക്യം വിളിക്കുവാൻ വെമ്പൽ കൊള്ളുന്ന ആളുകൾ ഇത്തരം അന്ധവിശ്വാസങ്ങൾ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കിയിട്ടില്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് അവിടെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പ്രവാചക പത്നിയായ സഫിയ റളിയല്ലാഹു തആല അൻഹ, അവര് ഉയരം കുറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ അവരെ സംബന്ധിച്ച് പൊക്കം കുറഞ്ഞവൾ, കുള്ളത്തി എന്ന രീതിയിൽ ഒന്ന് ആക്ഷേപസ്വരത്തിൽ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികൾക്ക് എല്ലാവർക്കും മാതൃകയാകുമാറ് തിരുത്തിക്കൊടുത്ത രംഗം ഹദീസിന്റെ കിതാബുകളിൽ കാണാം. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ലഖദ് ഖുൽതി കലിമതൻ, ആയിഷ നീ പറഞ്ഞ വർത്തമാനമുണ്ടല്ലോ, ലൗ മുസിജത് ബിമാഇൽ ബഹർ, കടലിലെ സമുദ്രത്തിലെ വെള്ളത്തിൽ അത് കലർത്തിക്കഴിഞ്ഞാൽ ലമസജത്തുഹു, ആ വെള്ളം മുഴുക്കെ മലീമസമാകാൻ, വൃത്തികെട്ടതാക്കാൻ പര്യാപ്തമായ ഒരു വാക്കാണ് നീ പറഞ്ഞത്. പൊക്കം കുറഞ്ഞവളെന്ന് ഒരു ബോഡി ഷെയ്മിംഗ് നടത്തിയതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ശക്തമായി ആക്ഷേപിച്ചെങ്കിൽ അത് കേവലം വാക്കിൽ വരുന്ന അല്ലെങ്കിൽ സ്വഭാവത്തിൽ വരുന്ന ഒരു വൈകല്യം മാത്രമല്ല, അതിന്റെ റൂട്ട് പോകുന്നത്, വേര് ഇറങ്ങിച്ചെല്ലുന്നത് അള്ളാഹു ആ നിശ്ചയിച്ചതിൽ എനിക്ക് പ്രതിഷേധമുണ്ട് എന്നല്ലേ? അള്ളാഹ് തീരുമാനിച്ച തീരുമാനത്തോട് സന്ധിയാകാൻ യോജിക്കുവാൻ ഞാൻ ഒരുക്കമല്ല എന്നല്ലേ? എങ്കിൽ പിന്നെ നമ്മുടെ ഈമാനും തൗഹീദും അവിടെ നിൽക്കുന്നു. തരുന്നവനും തടയുന്നവനും അള്ളാഹുവാണ് എന്ന് തിരിച്ചറിയുമ്പോൾ അപ്പോൾ എല്ലാം പടച്ച റബ്ബിനോട് പറയും. സങ്കടങ്ങളും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ആവലാദികളും പരാതികളും എല്ലാം ഇറക്കി വെച്ച് റബ്ബിനോട് ചോദിക്കാൻ, സമാധാനത്തിന് വേണ്ടി റബ്ബിനോട് യാചിക്കുവാൻ സാധിക്കുമ്പോൾ നമുക്ക് അവിടെ ശാന്തിയും സമാധാനവും കിട്ടും. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹ് പഠിപ്പിച്ചത് അങ്ങനെയാണ്. അങ്ങനെ നിങ്ങൾ റബ്ബിനോട് എല്ലാം പറയുകയും റബ്ബാണ് എല്ലാം തരുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്താൽ അതിലൂടെയാണ് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടുന്നത്. ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരെയെന്ന് മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കാൻ പറഞ്ഞു. ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, ആകാശങ്ങളെയും ഭൂമിയെയും ഒക്കെ പടച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ മക്കയിലെ അബൂജഹലിനും ഉത്ബത്തിനും ഷൈബത്തിനും സാക്ഷാൽ അബൂലഹബിനടക്കം തർക്കമില്ലാത്ത സംഗതിയാണ്. എന്നിട്ട് ഖുർആൻ അത് ഉണർത്തിക്കൊണ്ട് ചോദിക്കുന്നു, ഖുൽ അഫറഅയ്തും മാ തദ്ഊന മിൻ ദൂനില്ലാഹ്, എങ്കിൽ ആ റബ്ബിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഇൻ അറാദനി അല്ലാഹു ബിദുർരിൻ, അള്ളാഹു എനിക്ക് വല്ല ദുരിതവും നിശ്ചയിച്ചാൽ ഹൽ ഹുന്ന കാശിഫാതു ദുർരി,
ഇവരാരെങ്കിലും ആ ദുരിതം മാറ്റുമോ? മക്കയിലെ മുശ്രിക്കുകളോട് ചോദിക്കാൻ, നമ്മുടെ മുസ്ലിം ഉമ്മത്തിനോട് ചോദിച്ചാൽ, അള്ളാഹ് എനിക്ക് ഖലാ ആക്കിയ നിശ്ചയിച്ച ഏതെങ്കിലും ദുരിതമോ പ്രയാസങ്ങളോ തട്ടിമാറ്റാൻ തങ്ങന്മാർക്കോ ബീവിമാർക്കോ ഏതെങ്കിലും ആളുകൾക്ക് നേർച്ചക്കാരായി നിങ്ങൾ കൊണ്ടു നടക്കുന്ന ലക്ഷക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളില്ലേ, അവരെല്ലാവരും ഒന്നിച്ചാലും സാധിക്കുമോ അള്ളാഹ് നിശ്ചയിച്ചത് മാറ്റാൻ? അല്പമെങ്കിലും ഈമാൻ മനസ്സിലുള്ളവരാണെങ്കിൽ അവരൊക്കെ പറയും, ഇല്ല, അള്ളാഹ് നിശ്ചയിച്ചത് തന്നെ നടക്കുകയുള്ളൂ. വീണ്ടും ഖുർആൻ ചോദിക്കാൻ, ഔ അറാദനി ബിറഹ്മത്തിൻ, ഇനി എന്റെ റബ്ബ് എനിക്ക് എന്തെങ്കിലും കരുണ അനുഗ്രഹം നിശ്ചയിച്ചാൽ, ഹൽ ഹുന്ന മുംസികാതു റഹ്മത്തി, ഇവർക്ക് ആർക്കെങ്കിലും പടച്ച റബ്ബിന്റെ ആ റഹ്മത്തിനെ തടഞ്ഞു വെക്കാൻ പിടിച്ചു വെക്കാൻ സാധിക്കുമോ? ഇല്ല എന്നാണ് ഈമാനുള്ള ആരും പറയും. ഈമാനിന്റെ ചെറിയ കണമെങ്കിലും മനസ്സിൽ എവിടെയെങ്കിലും ബാക്കിയുള്ള അവരെല്ലാവരും പറയും. എങ്കിൽ ഖുർആൻ ചോദിക്കുന്ന ചോദ്യം കേട്ടോ, ആ റബ്ബ് പോരെ? ഉപകാരം നിശ്ചയിച്ചാൽ തട്ടിമാറ്റാൻ ആർക്കും കഴിയാത്ത, ഉപദ്രവം നിശ്ചയിച്ചാൽ തടഞ്ഞു വെക്കുവാനും നിഷേധിക്കുവാനും കഴിയാത്ത ആ അജയ്യനായ പടച്ച റബ്ബ്, പറയൂ നബിയെ, ഖുൽ ഹസ്ബി അല്ലാഹ്, ആ റബ്ബ് എനിക്ക് മതി. അലൈഹി യതവക്കലുൽ മുതവക്കിലൂൻ, കാര്യങ്ങളെല്ലാം ബലമേൽപ്പിക്കുന്നവർ ആ റബ്ബിൽ ബലമേൽപ്പിക്കട്ടെ എന്നാണ് സൂറത്തു സുമറിലെ 38-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചത്. അതുകൊണ്ട് അള്ളാഹ് നിശ്ചയിക്കുന്ന ഒരു കാര്യം കാലത്തെ പഴിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നല്ല തണുപ്പുള്ള സമയം, അല്ലെങ്കിൽ നല്ല വെയിലുള്ള ചൂടുള്ള സമയം, അതല്ലെങ്കിൽ നല്ല മഴയുള്ള സമയം, ലാ തസുബ്ബുദ്ദഹർ, അപ്പൊ നശിച്ച ഒടുക്കത്തെ മഴ, ഒടുക്കത്തെ തണുപ്പ്, ഒടുക്കത്തെ ചൂട്, ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞു പോകാറുണ്ട്. അവിടെയും നമ്മുടെ അഖീദ സ്ഫുടം ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ കാലത്തെ പഴിക്കരുത്. കാര്യം ആ കാലത്തിന് എന്താ? അവയല്ല ഇത് നിശ്ചയിക്കുന്നത്. ബിയദി അല്ലൈലു വന്നഹാർ, എന്റെ കൈകളിലാണ് രാവും പകലും, ഞാനാണ് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് ചൂടുള്ളതും തണുപ്പുള്ളതും ഒക്കെ ആക്കിയത് അള്ളയാണ്. എല്ലാം എന്റെ റബ്ബിന്റെ തീരുമാനം എന്ന തിരിച്ചറിവ് ഒരു വിശ്വാസിയെ പൊറുതുകേടിലാക്കുകയില്ല. സമാധാനത്തോടെ ശാന്തതയോടെ ഏത് അനുഭവങ്ങളെയും സ്വീകരിക്കുവാൻ അവർക്ക് സാധിക്കും. വലിയ അത്ഭുതകരമായ ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ബൈത്തുൽ ഹംദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഹദീസ് എന്താ സംഭവം? ഒരാളുടെ ഏറ്റവും പ്രിയങ്കരനായ മകൾ അല്ലെങ്കിൽ മകൻ, ഹദീസിൽ തന്നെ വന്നതുപോലെ അള്ളാഹു അയാൾക്ക് കൊടുത്ത ഏറ്റവും സുന്ദരിയായ ഒരു മകൾ, ആ വാപ്പയുടെ ഹൃദയവുമായി ബന്ധപ്പെടുത്തി ഹദീസിൽ പറഞ്ഞത് സമറത്തു ഫുആദിഹി, അയാളുടെ ഹൃദയത്തിന്റെ കഷ്ണം, അല്ലെങ്കിൽ ആ ഹൃദയം, ചങ്ക് എന്നൊക്കെ നമ്മൾ പറയുന്നതിന്റെ അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അപ്പൊ അള്ളാഹു ആ മനുഷ്യന്റെ ആ ഹൃദയത്തിന്റെ കഷ്ണം പിടിച്ചു പറിച്ചെടുത്തു കൊണ്ടുവരാൻ മലക്കുൽ മൗത്തിനോട് നിർദ്ദേശം നൽകി പറഞ്ഞേക്കുന്നു. ആ മലക്കുകൾ അള്ളാഹുവിന്റെ നിർദ്ദേശം സ്വീകരിച്ച് ആ കുട്ടിയെ മരിപ്പിച്ച് റൂഹുമായി അള്ളാഹുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ പടച്ച റബ്ബ് ചോദിക്കുകയാണ്, എന്റെ ഇന്നാലിന്ന അടിമയുടെ ഹൃദയം നിങ്ങൾ പറിച്ചെടുത്തു കൊണ്ടുവന്നില്ലേ? അപ്പോൾ എന്റെ ദാസൻ, എന്റെ അടിമ എന്താണ് പറഞ്ഞത്? അള്ളാഹ്ക്കെല്ലാം അറിയാം, എന്നാലും അള്ളാഹ് ചോദിക്കാൻ. അപ്പൊ മലക്കുകൾ പറയും അത്രേ, ഹമിദക വസ്തർജഅ, റബ്ബേ നിന്നെ അവൻ സ്തുതിച്ചു, നിന്റെ വാചകങ്ങൾ അവൻ ഉച്ചരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സ്തുതിച്ചത് എന്തിനാ? ഒരു മകൻ, ഒരു മകൾ, അത് ഏറ്റവും പ്രിയങ്കരമായ ഒരു മക്കൾ മരിച്ചു പോകുമ്പോൾ ഒരാൾക്ക് റബ്ബിനെ സ്തുതിക്കാൻ സാധിക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് എന്ത് തലക്ക് വട്ടുണ്ടോ? അള്ളാഹു നിശ്ചയിച്ചതാണ് എന്ന് മനസ്സിലാക്കി, എനിക്ക് നൽകിയ മകനെ, മകളെ തിരിച്ചെടുത്തത് എന്റെ റബ്ബാണ് എന്ന് തിരിച്ചറിഞ്ഞ് ആ റബ്ബിനെ സ്തുതിക്കുകയാണ്. അള്ളാഹുവെ, നീ എന്ത് വിധിച്ചാലും ഞാൻ ഒരിക്കലും അതിന്റെ പേരിൽ പൊറുതുകേട് കാണിക്കുകയില്ല, നിന്നോട് പുറംതിരിഞ്ഞു നിൽക്കുകയോ ശപിക്കുകയോ ധിക്കരിക്കുകയോ ചെയ്യുകയില്ല എന്ന ഈമാനിന്റെ ഉന്നതമായ തലത്തിലേക്ക്, അതാണ് അഖീദ നമ്മുടെ സ്വഭാവത്തിൽ വരുത്തുന്ന മാറ്റം. അദ്ദേഹം പറഞ്ഞു, എന്നിട്ട് എന്ത് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞതുപോലെ ഏത് ആപത്തും മുസീബത്തും നിങ്ങൾക്ക് ബാധിച്ചാൽ നിങ്ങൾ ഇങ്ങനെ പറയണം. മരണവാർത്ത കേൾക്കുമ്പോൾ മാത്രമല്ല, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളൊക്കെ അള്ളാഹുവിന്റേതാണ്, ഞങ്ങളൊക്കെ തിരിച്ചു പോകേണ്ടത് പടച്ച റബ്ബിലേക്കാണ്. അള്ളാഹ് എപ്പോ നമ്മളെ തിരിച്ചു വിളിക്കുന്നോ ആ സമയത്ത് ഞാൻ തിരിച്ചു പോകേണ്ടവനാണ് എന്ന വിശ്വാസത്തോടു കൂടി നിങ്ങൾ അത് പറയണം. ഇതാണ് അള്ളാഹു നിന്റെ അടിമ പറഞ്ഞത് എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഓർഡർ ആ അടിമക്ക് വേണ്ടി, ഇബ്നു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു വീട് പണിത് തയ്യാറാക്കുക. വസമ്മൂ ലഹു ബൈത്തൽ ഹംദ്, സ്തുതിയുടെ ഭവനം, അള്ളാഹുവിനെ സ്തുതിച്ചതിന്റെ പേരിൽ കിട്ടിയ ആ മണിമാളിക എന്നതിന് പേരും കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹയിന്റെ അടിസ്ഥാനത്തിൽ ആ സംഭവം നമുക്ക് വിശദീകരിച്ചു തരികയാണ്. സഹോദരങ്ങൾ, ഇങ്ങനെ ഓരോന്നും അള്ളാഹുവിന്റെ ഓരോ സിഫത്തുകളും ഓരോ ഇസ്മുകളും നമ്മൾ പഠിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ
വല്ലാത്ത ഇമ്പാക്ട് ഉണ്ടാക്കും, അലയൊലികൾ ഉണ്ടാക്കും, മാറ്റങ്ങൾ ഉണ്ടാക്കും. സ്വഭാവ രൂപീകരണത്തിന് അള്ളാഹുവിന്റെ അസ്മാകളും സിഫാത്തുകളും അഖീദയും തൗഹീദും ഒക്കെ പഠിക്കുന്നതോളം ഏറ്റവും ഫലപ്രദമായ ഒന്നുമില്ല എന്നാണ് ആ വിഷയത്തിൽ ആഴമേറിയ പഠനങ്ങൾ നടത്തിയ പണ്ഡിതന്മാർ നമ്മളോട് പറഞ്ഞു തരുന്നത്. അള്ളാഹു റഹ്മാനാണ്, റഹീമാണെന്ന് തിരിച്ചറിയുമ്പോൾ, അളവറ്റ കരുണാവാരിധിയാണ് റബ്ബ് എന്ന് മനസ്സിലാക്കുമ്പോൾ അള്ളാഹ് പറഞ്ഞതാണ് ഇർഹമു മൻ ഫിൽ അർളി യർഹമുക്കും മൻ ഫിസ് സമാ. ആ സ്വഭാവത്തിന്റെ, ആ വിശേഷണത്തിന്റെ ചില അനുരണനങ്ങൾ, അതിന്റെ താല്പര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എങ്കിൽ ഉപരിയിലുള്ളവൻ റബ്ബ് നിങ്ങളോട് കരുണ കാണിക്കും. അപ്പൊ റഹ്മത്ത് ഉള്ളവനാണ് അള്ളാഹു എന്ന് തിരിച്ചറിയുമ്പോൾ ആ റഹ്മത്തിന്റെ നമ്മുടേതായ രീതിയിൽ പെരുമാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഖുർആനും ഹദീസും പഠിപ്പിക്കാൻ. അഹ്സിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്. അള്ളാഹുവിന്റെ എത്രയോ നന്മകൾ, അള്ളാഹുവിന്റെ എത്രയോ ഔദാര്യങ്ങൾ ഓരോ നിമിഷവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞത് അഹ്സിൻ, നീയും നന്മ ചെയ്യണം. കമാ അഹ്സന അല്ലാഹു ഇലൈക്, അള്ളാഹു നിനക്ക് ധാരാളം നന്മകൾ വാരിക്കോരി ചൊരിഞ്ഞു തന്നതുപോലെ നിന്നാൽ കഴിയുന്ന രീതിയിൽ നീ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. ഇങ്ങനെ ഇസ്ലാമിന്റെ അഖീദ ശരിയായ രീതിയിൽ ഉൾക്കൊണ്ട് അതൊരു ബേസ്മെന്റായി, അടിത്തറയായി നമ്മുടെ നെഞ്ചിൽ, ഹൃദയത്തിൽ ഉറപ്പിക്കുവാൻ സാധിച്ചാൽ നമ്മൾ നമ്മളല്ലാത്ത വേറൊരു രൂപത്തിലേക്ക് മാറുമെന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിന്റെ വിശ്വാസവും ആദർശവും ഒക്കെ കുറ്റമറ്റ രീതിയിൽ സ്വീകരിക്കുവാനും അതനുസരിച്ച് പടച്ചറബ് പൊരുത്തപ്പെടുന്ന ഒരു ജീവിതം നയിച്ച് ഈമാനോടുകൂടി മരിക്കുവാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പരമാവധി ശ്രദ്ധിക്കണമെന്നൊരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് നമുക്കതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയതുപോലെ പരലോകത്ത് മീസാനിൽ ഏറ്റവും കനം തൂങ്ങുന്ന ഒന്നാണ് നമ്മുടെ സൽ സ്വഭാവങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും വെയിറ്റ് തൂങ്ങുന്ന സംഗതിയാണ് തൗഹീദിന്റെ വചനം. അതേപോലെ നമ്മുടെ സ്വഭാവം നന്നായി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലും സമൂഹത്തിലുമൊക്കെ വല്ലാത്ത റാഹത്തായിരിക്കും, ഊഷ്മളമായിരിക്കും ആ ബന്ധങ്ങൾക്കൊക്കെ. അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി പടച്ച റബ്ബിനോട് തേടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. അല്ലാഹുവേ, വൈരൂപ്യവും വൈകല്യങ്ങളും ഇല്ലാത്ത ഒരു രൂപം എനിക്ക് നൽകിയതുപോലെ എന്റെ സ്വഭാവത്തെയും നീ നന്നാക്കി തരണേ. എത്രയെല്ലാം നന്നാക്കി നമുക്ക് പറയാൻ സാധിച്ചാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലതരത്തിലുള്ള കുറവുകളും ന്യൂനതകളും ഉണ്ടാകും. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണല്ലോ നമ്മൾ വജുബുർനി എന്ന നിസ്കാരത്തിൽ പറയുന്നത്. റബ്ബി ഗഫിർലി വർഹംനി വജുബുർനി വർഫഅനി എന്നൊക്കെ പറയുമ്പോൾ എന്റെ ന്യൂനതകൾ നീ പരിഹരിച്ചു തരണേ എന്ന് റബ്ബിനോട് സമ്മതിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് നമ്മുടെ സ്വഭാവം നന്നാക്കി തരാൻ അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കണം. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. അതേപോലെ മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അല്ലാഹുമ്മ ഹ്ദിനി ലി അഹ്സനിൽ അഖ്ലാഖ്. അള്ളാഹു ഏറ്റവും നല്ല സ്വഭാവങ്ങളിലേക്ക് എന്നെ നീ കൈപിടിച്ചു കൊണ്ടുപോകണേ, വഴി നടത്തണേ. ലാ യഹ്ദി ലി അഹ്സനിഹാ ഇല്ലാ അൻത. നീയല്ലാതെ ആ സൽസ്വഭാവങ്ങളിലേക്ക് എന്നെ ആനയിക്കാൻ, എന്നെ വഴി നടത്താൻ വേറെ ആരുമില്ല. അതുകൊണ്ട് എന്റെ സ്വഭാവം, എന്റെ പെരുമാറ്റം, എന്റെ മക്കളോട്, എന്റെ ഭാര്യയോട്, എന്റെ അയൽവക്കക്കാരോട്, ഗുരുനാഥന്മാരോട് എന്ന് വേണ്ട എല്ലാവരോടും നല്ല സ്വഭാവത്തോടുകൂടി പെരുമാറുവാനുള്ള ഒരു മനസ്സ്, ഒരു രീതി എനിക്ക് നീ ഉണ്ടാക്കി തരണേ. വാപ്പയോട് കയർക്കുന്ന, ഉമ്മയെ തെറി വിളിക്കുന്ന മക്കളുണ്ടെങ്കിൽ ആത്മാർത്ഥമായി മനസ്സിൽ തട്ടി റബ്ബിനോട് ചോദിക്കൂ നല്ല സ്വഭാവമാക്കി തരാൻ. വസ്രിഫ് അന്നി സയ്യിഅഹാ ലാ യസ്രിഫു അന്നി സയ്യിഅഹാ ഇല്ലാ അൻത. അല്ലാഹുവേ, എന്റെ ജീവിതത്തിലെ എല്ലാ ദുസ്വഭാവങ്ങളെയും, മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്ന എന്തെല്ലാം വൃത്തികേടുകളുണ്ടോ ആ ദുസ്വഭാവങ്ങളിൽ നിന്നൊക്കെ എന്നെ നീ രക്ഷപ്പെടുത്തണേ. അതിനെ എന്നിൽ നിന്ന് നീ തിരിച്ചുവിടണേ. ലാ യസ്രിഫു അന്നി സയ്യിഅഹാ ഇല്ലാ അൻത. ഈ ദുസ്വഭാവങ്ങളെയൊക്കെ തിരിച്ച് സൽസ്വഭാവത്തിലേക്കാക്കാൻ അല്ലാഹുവേ നീ അല്ലാതെ മറ്റാരുമില്ല.
ഇതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഇതറിഞ്ഞ് നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് ദുആ ചെയ്യുക. തീർച്ചയായും നമ്മുടെ സ്വഭാവത്തിലും പെരുമാറ്റങ്ങളിലും മാറ്റമുണ്ടാകും. റബ്ബിനോട് മാത്രം വിളിച്ച് ദുആ ചെയ്യുന്ന, റബ്ബിൽ തവക്കുലാക്കി അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അംഗീകരിച്ച് ജീവിക്കുന്ന ഒരു വിശ്വാസിയാണെങ്കിൽ സ്വാഭാവികമായും ആ വൈകല്യങ്ങളെ നികത്താൻ റബ്ബ് കഴിവുറ്റവനാണ്. നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും സ്വഭാവവും പെരുമാറ്റവും ജീവിതവും നന്നാക്കി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, SIR-മായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്വാഭാവികമായും അറിയുന്നുണ്ടാകും. നമ്മൾ അതിൽ യാതൊരു അമാന്തവും കാണിക്കാതെ നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുകളുണ്ട് എന്നും അത് കുറ്റമറ്റതാണ് എന്നുമൊക്കെയുള്ള അന്വേഷണങ്ങളും ഉറപ്പുവരുത്തലുകളും ഒക്കെ നടത്തണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. അതേപോലെ എൻ്റെ ആപ്പയുടെ കൊച്ചാപ്പ, ഇപ്പോൾ ഞാൻ ജുമക്ക് വരുമ്പോൾ പെട്ടെന്ന് അദ്ദേഹം മരണപ്പെട്ട വാർത്ത അറിഞ്ഞു. ഞാൻ മയ്യത്ത് കണ്ടിട്ടാണ് തിരിച്ചു വരുന്നത്. ഇന്ന് സുബഹി കൂടി നമസ്കരിച്ച ആൾ, പ്രായം ഏകദേശം 98-100 അടുക്കുണ്ടെങ്കിലും ഇബാദത്തുകളുമായി ദിക്റും ദുആകളും നിസ്കാരങ്ങളും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന, പ്രത്യേകിച്ചൊരു പ്രയാസം, മരണത്തിന്റെ ഒരു കാര്യം ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഏതാനും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. നമ്മുടെയും ജീവിതം അങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് അതേപോലെയുള്ള മരണവാർത്തകൾ നമ്മളെ കൂടുതൽ ചിന്തിപ്പിച്ച് നന്മകളിലേക്ക് അടക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു അദ്ദേഹത്തിന്റെ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ പുറത്ത് നമ്മെയും അദ്ദേഹത്തെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സകലമാന തെറ്റുകുറ്റങ്ങളും അർഹമുർ റഹീമീനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും സഹോദരങ്ങളെയും ഒക്കെ പാപങ്ങൾ പുറത്ത് അള്ളാഹു തൃപ്തിപ്പെടുന്ന വിശുദ്ധരുടെ ഗേഹമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار وأدخلنا الجنة مع الأبرار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. صلى الله على نبينا محمد وعلى آله وأصحابه وسلم.